ബൈസൈക്കിൾ തീവ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ആസിഫ് അലിയും സംവിധായകൻ ജിസ്മോൻ ജോയും ഒന്നിക്കുന്ന പുതിയ ചിത്രം സൺഡേ ഹോളിഡേയ്സിന്റെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും കൊച്ചി എഴുപുന്നയിൽ വെച്ച് നടന്നു. മാക്രോ പിക്ചേഴ്സിന്റെ ബാനറിൽ ഷീൻ ഹെലനാണ് ചിത്രത്തിന്റെ നിർമ്മാണം. കിരൺ, ഉരസു എന്നിവരുടെ കഥയ്ക്ക് സംവിധായകൻ ജിസ്മോൻ തന്നെയാണ് തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നത്. അപർണ ബാലമുരളി നായികയായി എത്തുന്ന ചിത്രത്തിൽ ശ്രീനിവാസൻ, ലാൽ ജോസ്, ആശാ ശരത്, KPSC ലളിത, സിദ്ദിഖ്, കരമന സുധീർ, ധർമ്മജൻ, നിർമ്മൽ പാലാഴി എന്നിവരാണ് മറ്റ് സുപ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. റൊമാന്റിക് കോമഡി എന്റർടൈനർ ആയി ഒരുക്കുന്ന ചിത്രത്തിന്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കിയിരിക്കുന്നത് ദീപക് ദേവാണ്. സൺഡേ ഹോളിഡേ എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ ബൈസൈക്കിൾ തീവ്സ് ആയിരുന്നു. ഞാൻ എഴുതി സംവിധാനം ചെയ്ത എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സിനിമയാണ്. അതിനുശേഷം നല്ലൊരു കഥയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ രണ്ട് കൂട്ടുകാർ കിരൺ ആൻഡ് ഉരാസു, രണ്ടുപേരാണ്. ഈ രണ്ടുപേര് വന്ന് പറഞ്ഞ ഒരു കഥ എനിക്ക് വളരെ ഇഷ്ടപ്പെടുകയും അപ്പോൾ ഏതാണ്ട് 2 വർഷം കൊണ്ട് ഞാനിതിൻ്റെ തിരക്കഥയും സംഭാഷണവും പൂർത്തിയാക്കി. അങ്ങനെ ഒരുപാട് തവണ മാറ്റി എഴുതി. അപ്പോൾ അതിനകത്ത് ആസിഫ് ഏറ്റവും ഈ എൻ്റെ ലീഡ് റോൾ ചെയ്യാനായിട്ട് ഏറ്റവും മാച്ചായിട്ട് എനിക്ക് ആസിഫിനെയാണ് തോന്നിയത്. അങ്ങനെ ഓരോ കഥാപാത്രങ്ങൾ ഇപ്പോൾ ആസിഫുണ്ട്, ഹീറോയിനായിട്ട് അഭിനയിക്കുന്ന അപർണ ബാലമുരളിയാണ്, പിന്നെ ശ്രീനിയേട്ടനുണ്ട്, ശ്രീനിവാസൻ ചേട്ടനുണ്ട്, ലാൽ ജോസ് സാറുണ്ട്, ആശാ ശരത്തുണ്ട്, സിദ്ദിഖ് ഉണ്ട്, KPSC ലളിത ചേച്ചിയുണ്ട്, കരമന സുധീറുണ്ട്, ധർമ്മജനുണ്ട്, നിർമ്മൽ പാലാഴി, അങ്ങനെ ഒരുപാട് നിർമ്മൽ വേണിച്ചേട്ടൻ, അങ്ങനെ ഒരുപാട് താരനിരവധിയുണ്ട് എൻ്റെ കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുക്കാനായിട്ട്. ഇതൊരു റോംകോം ജോണറിൽ പെടുത്താവുന്ന സിനിമയാണ്. എന്താ പറയുക, ഒരു 2 ലെയേഴ്സ് ഉള്ളൊരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മൾ എല്ലാവരും പറയും പുതുമ ഇപ്പോൾ ഓരോരുത്തരുടെ പെർസെപ്ഷനിലാണ്. ഞാൻ എന്നോട് ചോദിച്ചാലും ഞാൻ തന്നെ പറയും. കാരണം ഇതൊരു 2 ലെയേഴ്സ് ഉള്ള സിനിമയാണ്. അതാണ് ഈ സൺഡേ ഹോളിഡേ എന്ന് പറയുന്നത്. ഒരു ദിവസം ഒരു ഞായറാഴ്ച മാത്രം നടക്കുന്ന ഒരു ട്രാക്കും അത് കൂടാതെ നോർമലി ദിവസങ്ങൾ കഴിഞ്ഞ് പോലെ മറ്റൊരു ട്രാക്കുമാണ്. അതിനൊരു എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ വന്നിട്ടില്ലാത്ത ഒരു ലവ് സ്റ്റോറിയുടെ ഒരു പ്രതലം, ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ക്യാൻവാസ് ഈ സിനിമയ്ക്കുണ്ട്. ആ ഒരു ക്യാൻവാസ് തന്നെയാണ് ഈ കഥ എനിക്കിഷ്ടപ്പെടാൻ, ഇവർ വന്ന് പറഞ്ഞപ്പോൾ എനിക്കിഷ്ടപ്പെടാനുള്ള കാരണം അത് തന്നെയാണ്. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ക്യാൻവാസ് ഉണ്ട് ഈ പ്രണയത്തിന്, നായികയുടെയൊക്കെ ട്രാക്കിന്. പിന്നെ ആകെ മൊത്തം കഥയിൽ പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു മോട്ടിവേഷണൽ മൂവി ആയിട്ടാണ്. സിനിമ കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ക്യാരി ചെയ്യാനുണ്ടാവണം. ചുമ്മാ കണ്ട് ചിരിച്ചു പോവല്ലാതെ നമുക്ക് എന്തെങ്കിലും കൂടെ ഓർത്തിരിക്കാൻ, എവിടെയൊക്കെ നമ്മൾ ടച്ച് ചെയ്യുന്ന നൊസ്റ്റാൾജിയ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിതിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു മോട്ടിവേഷണൽ മൂവിയായിട്ട് തന്നെയാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ മ്യൂസിക് എനിക്ക് എക്കാലവും ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടർ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ദീപക് ദേവാണ്. നല്ല 4 പാട്ടുകളുണ്ട് ഈ സിനിമയിൽ. ബാക്ക്ഗ്രൗണ്ട് സ്കോറും ദീപക് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സൺഡേ ഹോളിഡേയുടെ വിശേഷങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എന്തായാലും വേണം. ഈ സിനിമ റിലീസാകുമ്പോഴും അതിൻ്റെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളുടെ സിനിമയെ കണ്ട് പ്രോത്സാഹിപ്പിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കണം, അനുഗ്രഹിക്കണം. താങ്ക് യു. കെയർ ഓഫ് സൈറ ബാനു എന്ന ചിത്രത്തിന് ശേഷം മാക്രോ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന ഈ ചിത്രം എറണാകുളത്തും പരിസരങ്ങളിലുമായി ഒറ്റ ഷെഡ്യൂളിൽ ചിത്രീകരണം പൂർത്തിയാക്കും. എന്റർടൈൻമെന്റ് ഡെസ്ക്, സെൻസേഷൻ.